അപകടത്തിൽ പരിക്കേറ്റ് കിടന്ന സ്കൂട്ടർ യാത്രക്കാരനെ സഹായിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ പുഷ്കരൻ ചേട്ടന് 23,300 രൂപ നഷ്ടമായിരുന്നു. നിലത്ത് വീണ് കിടന്ന പഴ്സും മൊബൈലും കൊടുത്ത കൂട്ടത്തിൽ നോട്ടുകെട്ടും സ്കൂട്ടർ യാത്രക്കാരനെ മറ്റൊരു ഓട്ടോ ഡ്രൈവർ ഏൽപ്പിക്കുകയായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരൻ പോയ ശേഷമാണ് പണം നഷ്ടപ്പെട്ട വിവരം പുഷ്കരൻ ചേട്ടൻ അറിഞ്ഞത്. സ്കൂട്ടർ യാത്രക്കാരനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനിടെ എളിയിലിരുന്ന നോട്ടുകെട്ട് താഴെ വീഴുകയായിരുന്നു. മകളുടെ മകന് നഴ്സിംഗ് പഠനത്തിനായി സുഹൃത്തിൽ നിന്നും കടം വാങ്ങിയ പണവും കൊണ്ടാണ് സ്കൂട്ടർ യാത്രക്കാരൻ പോയത്. ദയവ് ചെയ്ത് പണം തിരികെ ഏൽപ്പിക്കണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുഷ്കരൻ ചേട്ടൻ സ്കൂട്ടർ യാത്രക്കാരനോട് അഭ്യർത്ഥിച്ചിരുന്നു. ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പുഷ്കരൻ ചേട്ടന് പണം തിരികെ കിട്ടി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ബോധം വീണപ്പോൾ എങ്ങനെയോ പുള്ളിയുടെ കുറെ പണം എത്തിയിട്ടുണ്ട്, പുള്ളിയുടെ അതല്ല എന്ന് പറയുകയും അതിന് പ്രകാരം ഈ നമ്മൾ കൊടുത്തിരുന്ന വാർത്തകൾ കണ്ട ആള് അത് ഇതുപോലൊരു സംഭവമുണ്ട്, മല്ലപ്പള്ളിയിൽ നിന്ന് അപകടം ഉണ്ടായപ്പോൾ രക്ഷിച്ച ആളിൻ്റെയാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്, 23,300 രൂപയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ പണം കൊണ്ട് തിരികെ ഏൽപ്പിക്കാനായിട്ട് ഈ അപകടത്തിൽപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ അളിയനെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അളിയൻ ആ പണം ഇവിടെ കൊണ്ടുവരികയും പോലീസിൽ പരാതി ഞാൻ കൊടുത്തിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പണം കൈമാറിയാൽ മതിയെന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കീഴായിപ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ആ പണം എനിക്ക് തിരികെ തരികയുണ്ടായി. സ്കൂട്ടർ യാത്രക്കാരൻ തന്റെ പണം മനഃപൂർവ്വം കൊണ്ടുപോയതായിരിക്കില്ല. അപകടം പറ്റിയതിന്റെ വെപ്രാളത്തിൽ മൊബൈലിന്റെയും പേഴ്സിന്റെയും കൂട്ടത്തിൽ നോട്ടുകെട്ട് കൂടി വാങ്ങി പോയതായിരിക്കാമെന്ന് പുഷ്കരൻ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.